ഓക്കെ, ഒന്ന് അറ്റൻഡൻസ് പറഞ്ഞോളൂ. അക്ഷയ് വി. അക്ഷയ്, എനിക്ക് അറ്റൻഡൻസ് പറയുമ്പോൾ വോയിസിൽ തന്നെ റിപ്ലൈ തരണം, മെസ്സേജ് വേണ്ട. ഓക്കെ, ഗുഡ്. അഞ്ജന പി പി. Present, Miss. ഓക്കെ. അനുശ്രീ കെ. Present, Miss. Okay. Ashna NV. Present, Miss. Okay. Ashwin NR. Present, Miss. Ashwin. Okay. Present, Dominic. Present, Okay, Miss. okay. Okay. Muhammad Hani. Present, Miss. Okay. Muhammad Adil. Present, Miss. Okay. Roshni Mala. Present, Miss. Okay. Sharon. Present, Miss. Okay. Vishnu Prakash. Present, Miss. Okay. Vaishnav C. Present, Miss. Okay, good. All present ആണല്ലേ? ഓക്കെ. നമ്മുടെ സബ്ജക്ട് കോഡ് അറിയോ? സിലബസ് എല്ലാം കണ്ടിട്ടുണ്ടോ സബ്ജക്റ്റുകളെയൊക്കെ? ഉണ്ടോ? എടി ഇല്ലെങ്കിൽ ഇല്ല പറ, ഉണ്ടെങ്കിൽ ഉണ്ട് പറ. നമുക്ക് കണ്ടിട്ടില്ല, അത്ര വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇപ്പൊ നോക്കാലോ. ഹലോ, സിലബസ് ഒക്കെ നോക്കിയിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോടാ? ആരെങ്കിലും ഒന്ന് റെസ്പോൺസ് ചെയ്യ്. അനുശ്രീ. Miss. Just നോക്കിന്. ഓക്കെ, നമ്മുടെ സബ്ജക്ട് കോഡ് നിങ്ങൾക്ക് ഒരു സ്ക്രീനിൽ വിസിബിൾ ആവുന്നില്ലേ? ഉണ്ട്. നമ്മുടേത് ECT 204 സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ്. ഓക്കെ, ഇതാണ് നമ്മുടെ സബ്ജക്ട്. ECT 204 ആണ് കോഡ് ആൻഡ് സബ്ജക്ട് നെയിം സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ്. ഓക്കെ, നമുക്ക് ഒരു ട്യൂട്ടോറിയൽ അവർ കൂടി ഉണ്ട് ഈ സബ്ജക്റ്റിന്. 5 മൊഡ്യൂൾസ് ആണുള്ളത്. മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3, മൊഡ്യൂൾ 4, മൊഡ്യൂൾ 5. 5 മൊഡ്യൂൾസ് ഉണ്ട്. ഈ സബ്ജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് ഒന്ന് ചിന്തിച്ച് ചെയ്യേണ്ട, അല്ലെങ്കിൽ ചിന്തിച്ച് പഠിക്കേണ്ടതാണ്. അത്ര എളുപ്പമല്ല, കുറച്ചൊരു അത് എന്താ വെച്ചാൽ അത് അത്ര ടഫും അല്ല. സബ്ജക്റ്റ് നമ്മൾ ബേസിക്സ് മനസ്സിലാക്കി ആദ്യമേ പഠിച്ചു പോവുകയാണെങ്കിൽ എളുപ്പമാണ്. നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് തന്നെയാണ്. ബട്ട് പഠിക്കുന്ന സമയത്ത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് വരുന്ന ടേംസ് എല്ലാം ഉണ്ടാവും. അപ്പം ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. ഓക്കെ, അത്ര ഈസി അല്ല. അത് ആദ്യം ഞാൻ പറഞ്ഞിങ്ങനെ നിങ്ങൾ പേടിച്ച് ആ ഒരു അപ്രോച്ച് തന്നെ എടുക്കണ്ട. നമ്മൾ ആ ബേസിക്സ് ഒക്കെ ഓക്കെ ആക്കി പോവുകയാണെങ്കിൽ സിമ്പിൾ സബ്ജക്റ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സബ്ജക്റ്റ് എന്തായാലും നിങ്ങൾ മാക്സിമം അന്നന്നത്തെ പോർഷൻസ് അന്നന്ന് തന്നെ കവർ ചെയ്യണം, അന്നന്ന് തന്നെ പഠിക്കണം. പ്രത്യേകിച്ച് ഫസ്റ്റ് മൊഡ്യൂൾസ് ഒക്കെ അതിന്റെ ബേസിക്സ് ആണ്. അപ്പൊ ആ ബേസിക്സ് അപ്പൊ തന്നെ തെറവായി ഓക്കെ ആയിട്ടില്ല എങ്കിൽ നമുക്ക് ബാക്കിയുള്ള മൊഡ്യൂൾസ് എല്ലാം വരുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഓക്കെ, ആദ്യത്തെ മൊഡ്യൂൾ പഠിച്ച് അതിന്റെ മുകളിലാണ് നമ്മൾ ബാക്കി മൊഡ്യൂൾസ് ഒക്കെ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ സബ്ജക്ട് കോഡ് ECT 204 സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് ആണ് സബ്ജക്ട് നെയിം. 5 മൊഡ്യൂൾസ് ആണുള്ളത്. ഓക്കെ, പിന്നെ ഇതൊരു പ്രോബ്ലമാറ്റിക് എന്ന് പറയാൻ പറ്റില്ല, തിയറി സബ്ജക്റ്റ് അല്ല. ന്യൂമറിക്കൽസ് മീൻസ് കുറെ ഡെറിവേഷൻസും പ്രൂവ് ചെയ്ത് വരുന്ന അങ്ങനത്തെ കുറെ പ്രോബ്ലംസ് ഒക്കെയുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്തൂടെ? അതിലാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത് നോക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് വിസിബിൾ അല്ലേ? മൊഡ്യൂൾ, ടോപ്പിക് ആൻഡ് നമ്പർ ഓഫ് ലെക്ചേഴ്സ്, ലെക്ചർ ഹവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേബിൾ വിസിബിൾ അല്ലേ?
ഓക്കെ. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ എന്താണ് സിഗ്നൽസ് എന്താണെന്ന് അറിയില്ല. അപ്പൊ നിങ്ങളുടെ ഈസി കുട്ടികളാണ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയേഴ്സ് ആണ്, അത് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ സെക്ഷനിൽ ഉപയോഗിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ടേം ആണ് ദ സിഗ്നൽസ്. ആരെങ്കിലും ഒരാൾ പറഞ്ഞേ സിഗ്നൽസ്, നിങ്ങളുടെ ആ ഒരു കോൺസെപ്റ്റ് എന്താണ്? വാട്ട് ഈസ് സിഗ്നൽസ്? എന്താണ് സിഗ്നൽസ്? ആരെങ്കിലും ഒരാൾ പറ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്ത് ക്ലാസ് എടുക്കാം കേട്ടോ. ഒന്നാമത് ഈ ഒരു സബ്ജക്റ്റ് നല്ല ഇന്ററാക്ഷൻ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ അത് നല്ല ഡിഫിക്കൽട്ട് ആയിരിക്കും. ഓക്കെ, ഹലോ, ആരെങ്കിലും പറഞ്ഞേ എന്താണ് സിഗ്നൽ? നിങ്ങളെ കോൺസെപ്റ്റ് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ഒരു കോൺസെപ്റ്റ്, അത് പറഞ്ഞേ. ആരും ഉണ്ടെന്നില്ലേ? സ്പെസിഫിക് ആയിട്ട് ഇനി ആരെങ്കിലും വിളിക്കേണ്ടി വരുവാ? റോഷ്നി ഓഡിബിൾ ആണോ? ഓക്കെ, റോഷ്നിന്റെ കോൺസെപ്റ്റിൽ തന്നെ വാട്ട് ഈസ് സിഗ്നൽ? എന്റെ കോൺസെപ്റ്റില് ഒരു കോഡഡ് ആയിട്ട് പോകുന്ന ഒരു മെസ്സേജ് ആണ്. ഓക്കെ, മെസ്സേജ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഫ്ലോ ആണ് അല്ലെ? അത് ഏതെങ്കിലും കോഡഡ് ഫോമിലോ അല്ലാതെയോ നമ്മൾ പാസ് ചെയ്യുന്നത് അല്ലെ? ഓക്കെ, അത് റൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ സിഗ്നൽ നമ്മളിപ്പോ ജസ്റ്റ് ഡിഫൈൻ ചെയ്യാന്ന് വെച്ചാൽ റോഷന് പറഞ്ഞത് കറക്റ്റ് ആണ്. ഒരു കോഡഡ് ആയിട്ടുള്ള ഒരു മെസ്സേജ് സിഗ്നൽ, അത് നമ്മൾ വൺ പ്ലേസ് ടു അനദർ ട്രാൻസ്ലേറ്റ് ചെയ്യും. ഓക്കെ, അത് ഡിഫറെന്റ് പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം സിഗ്നലിനെ ഡിഫൈൻ ചെയ്യാന്ന് വെച്ചാൽ സിഗ്നൽ ഈസ് എനി ക്വാണ്ടിറ്റി ദാറ്റ് ക്യാരീസ് മീനിങ് ഇൻഫർമേഷൻ. ഓക്കെ, എനി ക്വാണ്ടിറ്റി ആവാം, എന്ത് ക്വാണ്ടിറ്റി ആവാം, അതെന്താ ഒരു മീനിങ് ഫുൾ ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അത് കോഡഡ് ഫോമിലാകാം, അൺകോഡഡ് ഫോമിലാകാം, മോഡുലേറ്റഡ് ആകാം, അൺമോഡുലേറ്റഡ് ആകാം, അങ്ങനെ പല പ്രോസസ്സും അതിന്റെ മുകളിൽ ചെയ്യും. ബട്ട് സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എനി ക്വാണ്ടിറ്റി ദാറ്റ് ക്യാരീസ് മീനിങ് ഫുൾ ഇൻഫർമേഷൻ. ഓക്കെ, അതാണ് ഒരു സിഗ്നൽ. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ എന്താണ് എലമെന്ററി സിഗ്നൽസ്, ഓക്കെ, then classification and representation of continuous time and discrete time signals and signal operations, അതാണ് ഫസ്റ്റ് പഠിക്കുന്നത്. അപ്പം എന്താണ് സിഗ്നൽ എന്ന് അറിയാം അല്ലെ? എനി ക്വാണ്ടിറ്റി ദാറ്റ് ക്യാരീസ് മീനിങ്ഫുൾ ഇൻഫർമേഷൻ, ദാറ്റ് ഈസ് സിഗ്നൽ. ഇനി അങ്ങനെയുള്ള എലമെന്ററി സിഗ്നൽസ് എന്ന് വെച്ചാൽ ദേ ആർ ഓൾസോ കോൾഡ് എസ് ടെസ്റ്റ് സിഗ്നൽസ്. അത് നമ്മളിപ്പം നിങ്ങൾ ഈ മൊഡ്യൂൾ പഠിച്ച് തുടങ്ങുമ്പോൾ മനസ്സിലാവും എന്താണ് സിഗ്നൽ, എന്താണ് സിസ്റ്റം. സിസ്റ്റം എന്ന് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ സിസ്റ്റംസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിസ്റ്റംസ് നമ്മൾ ഫെമിലറൈസ്ഡ് ആണ്. ഹലോ, ഓക്കെ, സിഗ്നൽസും സിസ്റ്റംസും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് അറിയില്ലേ? നമ്മൾ സിസ്റ്റത്തിന്റെ മുകളിലാണ് നമ്മൾ സിഗ്നൽസ് വെച്ച് ഓപ്പറേഷൻസ് ചെയ്യുക അല്ലെ? പല പേർപ്പസിന് വേണ്ടി, പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിസ്റ്റംസ് ഉണ്ട്. ഓക്കെ, അപ്പം ഫസ്റ്റ് മൊഡ്യൂളിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് എലമെന്ററി സിഗ്നൽസ് ആണ്. എലമെന്ററി സിഗ്നൽസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിസ്റ്റത്തിന്റെ മുകളിൽ അതിന്റെ അക്യുറസി മനസ്സിലാക്കാൻ, ഔട്ട്പുട്ടിന്റെ അക്യുറസി മനസ്സിലാക്കാൻ, അതിന്റെ ഓപ്പറേഷൻ, അതിന്റെ പെർഫോമൻസ് മനസ്സിലാക്കാൻ, അതിനൊക്കെ വേണ്ടി നമ്മൾ കുറച്ച് ഇൻപുട്സ് ടെസ്റ്റ് സിഗ്നൽസ് കൊടുക്കും. അങ്ങനെയുള്ള സിഗ്നൽസ് ആണ് എലമെന്ററി സിഗ്നൽസ്. ഓക്കെ, ഇത് ബേസിക് ആണ്, ഇതെന്തായാലും നമ്മൾ പഠിച്ചു വെക്കണം. അപ്പൊ എലമെന്ററി സിഗ്നൽസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഒന്നുമില്ല, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എലമെന്ററി സിഗ്നൽസ് ഉണ്ട്. അതിൽ അതിന്റെ റെപ്രസെന്റേഷൻ, എന്ത് വെച്ചിട്ടാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്, അതുണ്ടാകും. ദെൻ അതിന്റെ ഫിഗർ ഉണ്ടാവും, ദെൻ അതിന്റെ ഇക്വേഷൻ ഉണ്ടാവും. ആ 3 കാര്യങ്ങളെ വേണ്ടു. ഓക്കെ, അപ്പം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എലമെന്ററി സിഗ്നൽസ് ഉണ്ട്. ആ ഓരോ സിഗ്നൽസിന്റെയും നൊട്ടേഷൻ അല്ലെങ്കിൽ റെപ്രസെന്റേഷൻ, അതിന്റെ ഇക്വേഷൻ, അത് റെപ്രസെന്റ് ചെയ്യുന്ന ഫിഗർ. ഓക്കെ, ദെൻ അങ്ങനെയുള്ള സിഗ്നൽസിന്റെ ക്ലാസിഫിക്കേഷൻ, റെപ്രസെന്റ് അല്ലെങ്കിൽ സീക്വൻസ് ആയിട്ട് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 1,2, സീക്വൻസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ടേബിളർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം, അങ്ങനെ പല ഫോംസിൽ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ആ ടൈപ്പ് നമ്മൾ നോക്കും. ഓക്കെ, ദെൻ അതിന്റെ മുകളിലുള്ള ഓപ്പറേഷൻസ്,
സിഗ്നൽസിന്റെ മുകളിൽ ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട്. അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, റിവേഴ്സൽ, ടൈം ഷിഫ്റ്റിംഗ്, ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ്, ടൈം സ്കെയിലിംഗ്, അങ്ങനെ ഡിഫറെന്റ് ഓപ്പറേഷൻസ് ഉണ്ട്. ആ ഓപ്പറേഷൻസും കൂടെ ആ ഒരു ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ കണ്ടിന്യൂസ് ടൈം ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ്? അതെന്താണ്? കണ്ടിന്യൂസ് ടൈം സിഗ്നൽസ്, ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ് ഒക്കെ കേട്ടിട്ടുണ്ടോ? എനിക്ക് എന്തായാലും റെസ്പോൺസ് വേണേ. നമ്മൾ ആ ഒരു ഇന്ററാക്ഷൻ ഉണ്ടെങ്കിലേ ക്ലാസ് സ്മൂത്ത് ആകുള്ളൂ. ഞാൻ ഓഡിയബിൾ അല്ലേ? ഓക്കെ, ഇല്ല അല്ലേ? ഈ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എന്ന് വെച്ചാൽ ഒരു സിഗ്നൽസ് നമ്മൾ കൺസിഡർ ചെയ്ത് പറയുകയാണെങ്കിൽ അതിന്റെ ബേസിക് ക്ലാസിഫിക്കേഷൻ ആണത് കണ്ടിന്യൂസ് ടൈം സിഗ്നൽസ് ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ്. സിഗ്നൽസിനെ പല രീതിയിലും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ബട്ട് അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽസ് ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ്. ഓക്കെ, അത് നമുക്ക് സബ്ജക്റ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ ക്ലാസിഫിക്കേഷൻ ഒക്കെ പറയാം. അപ്പൊ ഇത്രയാണ് ഫസ്റ്റ് സെക്ഷനിൽ വരുന്നത്. ഓക്കെ, ദെൻ അതിന്റെ സെക്കൻഡ് സെക്ഷനിൽ കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റംസ്. ഓക്കെ, ആദ്യം സിഗ്നൽസിനെ കുറിച്ച് പഠിച്ചു. പിന്നെ അതിന്റെ സിഗ്നൽസിനെ കുറിച്ചാണെങ്കിൽ എന്താണ് സിഗ്നൽ, അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്, റെപ്രസെന്റേഷൻ എന്താണ്, സിഗ്നൽസിന്റെ മുകളിൽ ഡിഫറെന്റ് ഓപ്പറേഷൻസ് എന്താണ്, അതൊക്കെ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റംസ്, അതാണ് നെക്സ്റ്റ് പഠിക്കുന്നത്. ഓക്കെ, ഇനി അതിന്റെ ക്ലാസിഫിക്കേഷൻ, ആ സിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷൻ, പിന്നെ സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസ്. അത്രയും സെക്ഷൻ സെക്കൻഡിൽ വരും. എന്റെ തേർഡ് സെക്ഷനിൽ വരുന്നത് റെപ്രസെന്റേഷൻ ഓഫ് സിസ്റ്റംസ്. നേരത്തെ നമ്മൾ സിഗ്നൽസിനെ റെപ്രസെന്റ് ചെയ്ത പോലെ തന്നെ സിസ്റ്റത്തിനെയും ഡിഫറെന്റ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യും. അതിന്റെ റെപ്രസെന്റേഷൻ ഓഫ് സിസ്റ്റംസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ റെപ്രസെന്റേഷൻ ഓഫ് കണ്ടിന്യൂസ് ടൈം സിസ്റ്റംസ്, ഡിഫറൻസ് ഇക്വേഷൻ റെപ്രസെന്റേഷൻ ഓഫ് ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റംസ്, അതൊക്കെ അവിടെ പഠിക്കാനുണ്ട്. ദെൻ കണ്ടിന്യൂസ് ടൈം LTI സിസ്റ്റം ആൻഡ് കൺവല്യൂഷൻ ഇന്റഗ്രൽ, അതൊരു വേറെ ടേം ആണ്. ഓക്കെ, ഈ LTI സിസ്റ്റം എന്ന് വെച്ചാൽ ലീനിയർ ടൈം ഇൻവേരിയന്റ് സിസ്റ്റംസ്. ഓക്കെ, അതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിസ്റ്റത്തിൽ വരുന്നതാണ്, അതൊക്കെ നമ്മൾ അപ്പോൾ ഡിസ്കസ് ചെയ്യും. പിന്നെ വരുന്നത് ഡിസ്ക്രീറ്റ് ടൈം LTI സിസ്റ്റംസ് ആൻഡ് ലീനിയർ കൺവല്യൂഷൻ, ദെൻ സ്റ്റെബിലിറ്റി ആൻഡ് കോസാലിറ്റി ഓഫ് LTI സിസ്റ്റംസ്, ആൻഡ് ഫൈനലി കോറിലേഷൻ ബിറ്റ്വീൻ സിഗ്നൽസ്, ഓർത്തോഗണാലിറ്റി ഓഫ് സിഗ്നൽസ്. ഇത്രയും ടേംസ് ആണ് ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. ഈ സിലബസ് നിങ്ങളുടെ 2019 റെഗുലേഷനിലുള്ളതാണ്. ഓക്കെ, അതിനു മുന്നേ ഉള്ള സിലബസിൽ 6 മൊഡ്യൂൾസ് ഉണ്ടായിരുന്നു. 6 മൊഡ്യൂൾസ് എന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് മൊഡ്യൂളില്ലേ, ഈ ഫസ്റ്റ് മൊഡ്യൂളിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 1 and 2 ആക്കി, അത്രേ ഡിഫറൻസ് വരുന്നുള്ളൂ. ബാക്കി 3rd 4th 5th 6th ഒക്കെ സെയിം ആണ്. ഓക്കെ, അപ്പം ഈ റെഗുലേഷൻ വരുമ്പോഴേക്കും എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഫസ്റ്റ് 2 മൊഡ്യൂൾസിനെ കമ്പൈൻ ചെയ്തൊരു സിംഗിൾ മൊഡ്യൂൾ ആക്കിയിട്ട് ഫസ്റ്റ് മൊഡ്യൂൾ ആക്കി. ഓക്കെ, അപ്പൊ നമുക്ക് ടോപ്പിക്സ് ഒക്കെ എല്ലാം കവർ ചെയ്യണം. അപ്പൊ ഫസ്റ്റ് മൊഡ്യൂള് ഒരു ഓൾറൗണ്ട് ഒന്ന് മനസ്സിലായിട്ടുണ്ടോ, എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്നുള്ളത്? മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞു ഈ സബ്ജക്ട് കുറച്ചൊന്ന് കൺഫ്യൂസിങ് ആയിട്ടുള്ളതാണ്. അപ്പം അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ ഇത് പഠിക്കണം. ഇന്ന് എടുക്കുന്ന പോർഷൻസ് ഇന്ന് തന്നെ നോക്കണം, എന്നാലേ അത് ശരിയാവുള്ളൂ. ഓക്കെ, അല്ലാതെ നിങ്ങൾ അതവിടെ വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന ടോപ്പിക്സ് നിങ്ങൾക്ക് മോർ കൺഫ്യൂസിങ് ആവും. അതുകൊണ്ട് അന്നും എടുക്കുന്ന അന്ന് തന്നെ നോക്കുക. അതുപോലെ നിങ്ങളുടേതായ ഒരു ലെക്ചർ നോട്ട് എന്തായാലും കയ്യിൽ കീപ്പ് ചെയ്യാം. അത് ഞാൻ എന്തായാലും നിങ്ങളോട് സബ്മിറ്റ് ചെയ്യാൻ പറയും ലാസ്റ്റോട്ട്. ഓക്കെ, അത് നിങ്ങൾ കീപ്പ് ചെയ്തേ പറ്റുള്ളൂ. നിങ്ങളത് ഇതിലധികം നമുക്ക് ചെയ്ത് പഠിക്കേണ്ട പ്രോബ്ലംസ് ആണ്. ഓക്കെ, അപ്പം നിങ്ങളുടേതായ ഒരു നോട്ട് കയ്യിൽ കീപ്പ് ചെയ്യുക. അത് കുറച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് ടൈം തരും. ഈ ഫസ്റ്റ് മൊഡ്യൂളൊക്കെ ഞാൻ കുറച്ച് സമയം തരും നിങ്ങൾക്ക് നോട്ട് എഴുതി എടുക്കാൻ വേണ്ടിയിട്ട്, കാരണം അത് കുറച്ച് ബേസിക്സ് ഉണ്ട്. ബാക്കി നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നെങ്കിൽ ഞാൻ PDF PPT ഒക്കെ ഞാൻ ലിങ്ക് ബേസിൽ ഷെയർ ചെയ്ത് തരും. അതല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലെക്ചേഴ്സ് അതിന്റെ അതാണ് അപ് ടു ഡേറ്റ് ആയിട്ട് ഫോളോ പോകണം. ഓക്കെ അല്ലേ?
ഓക്കെ. അപ്പൊ ആദ്യം നിങ്ങൾ ഇപ്പൊ കയ്യിലൊരു നോട്ടും പെന്നൊക്കെ ഉണ്ടോ? ക്ലാസ്സിലിരിക്കുമ്പോൾ എല്ലാവരും കയ്യിലൊരു നോട്ടും പെന്ന് മസ്റ്റായിട്ട് കാണും. കയ്യിലില്ലേ? ഓക്കെ. ഫസ്റ്റ് തന്നെ എന്താണ് സിഗ്നൽ, അതിന്റെ ഡെഫിനേഷൻ എഴുതി വെച്ചേ. ആദ്യം നമ്മുടെ സബ്ജക്ട് ഏത്? EC 204 സിഗ്നൽസ് ആൻഡ് ECT 204 സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ്. എന്നിട്ട് സിഗ്നൽ എഴുതിയിട്ട് അതിന്റെ ഡെഫിനേഷൻ എഴുതി വെച്ചേ. അനുശ്രീ ഒന്ന് ആ ഡെഫിനേഷൻ പറയാൻ പറ്റുമോ? ഇൻഫോർമേഷൻ പാസിംഗ് പറഞ്ഞു. ഓക്കെ, എഴുതി വെക്ക്. സിഗ്നൽ ഈസ് എനി ക്വാണ്ടിറ്റി ദാറ്റ് ക്യാരീസ് മീനിങ് ഇൻഫർമേഷൻ. അത്രേ ഉള്ളൂ. സിഗ്നൽ ഈസ് എനി ക്വാണ്ടിറ്റി ദാറ്റ് ക്യാരീസ് മീനിങ് ഇൻഫർമേഷൻ. അതിനിപ്പോ എക്സാമ്പിൾ ആയിട്ട് എഴുതാൻ നമുക്ക് സ്പീച്ച് സിഗ്നൽ, വീഡിയോ സിഗ്നൽ, വോൾട്ടേജ്, കറണ്ട്, അങ്ങനെ ഡിഫറെന്റ് എല്ലാ സിഗ്നൽസും വിച്ച് ക്യാരീസ് എല്ലാ ക്വാണ്ടിറ്റീസും വിച്ച് ക്യാരീസ് മീനിങ് ഇൻഫർമേഷൻ. ഓക്കെ, എല്ലാത്തിനും ഒരു മീനിങ് ഇൻഫർമേഷൻ ഉണ്ടാവും. അത് നമ്മൾ വേറെ പല ഫർദർ ആവശ്യങ്ങൾക്കും വേണ്ടി യൂസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ എക്സാമ്പിൾ പറയാം, ബയോളജിക്കൽ സിഗ്നൽ, ECG, EEG, EMG അങ്ങനത്തെ ഒക്കെ കേട്ടിട്ടില്ലേ? അതൊക്കെ എന്താ? അതൊക്കെ സിഗ്നൽസ് ആണ്. ഓക്കെ, അപ്പം സിഗ്നൽ ഈസ് എനി ക്വാണ്ടിറ്റി ദാറ്റ് ക്യാരീസ് മീനിങ് ഇൻഫർമേഷൻ. അതിന് എക്സാമ്പിൾ എഴുതി വെക്ക്. സ്പീച്ച്, വീഡിയോ സിഗ്നൽ, വോൾട്ടേജ്, കറണ്ട്, ബയോളജിക്കൽ സിഗ്നൽസ് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ എഴുതിയാൽ മതി ECG, EEG, EMG എക്സെട്ര. എല്ലാവരും പറയുന്ന പോലെ തന്നെ ചെയ്ത് പഠിക്കണം കേട്ടോ. നോട്ട് കയ്യിൽ വെച്ച് അപ്പപ്പോ തന്നെ എഴുതിയെടുക്കണം. ഞാൻ നോട്ട് കാണിക്കാൻ പറയേ, ലൈവ് ക്ലാസ്സിൽ തന്നെ കാണിക്കാൻ പറയും. അപ്പൊ ഒരു എക്സ്ക്യൂസും ആരും പറയാൻ പാടില്ല. ഓക്കെ, അത് എഴുതിയെടുത്തില്ലേ? എഴുതിയെടുത്തില്ലടാ, അത്രയല്ലേ ഉള്ളൂ. ഓക്കെ, എന്നെ എഴുത്. ഞാൻ പറഞ്ഞു എന്താ, സിഗ്നൽസ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 2. ഏതൊക്കെയായിരുന്നു? സിഗ്നൽസിനെ ബേസിക്കലി ദേ ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 2 ടൈപ്സ്. ദേ ആർ പറയ്, ആരെങ്കിലും പറയ്. ഷാരൂണ് പറഞ്ഞേ. സ്ക്രീനിൽ നോക്കണ്ട, അത് നെക്സ്റ്റ് വരുന്നതാണ്. ഞാൻ സിലബസ് ഫസ്റ്റ് മൊഡ്യൂൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടേ, സിഗ്നൽസിന് ബേസിക്കലി ദേ ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 2 ടൈപ്സ്. ദേ ആർ ഹലോ ഷാരൂൺ, ഓഡിബിൾ അല്ലേ? ആ മിസ് ഓടിയോളാം. ആ പറഞ്ഞേ. അന്നേരം ഞാൻ കേട്ടില്ല, പക്ഷെ അപ്പൊ ഓർമ്മയില്ല. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. അത് ഇപ്പൊ നമുക്ക് കേട്ടാൽ ഒന്നും കൂടി ക്ലിയർ ആ. ഓക്കെ, അപ്പം കണ്ടിന്യൂസ് ടൈം സിഗ്നൽ, ഓക്കെ, കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. അപ്പം സിഗ്നൽസിന് broadly classified into 2 types. They are continuous time signal and discrete time signal, CT and DT. ഇപ്പൊ ക്ലിയർ ആണോ? ഷാരോൺ, ഇപ്പൊ ക്ലിയർ ആണോ? മിസ് ഒന്നും കൂടി പറയാം, ഞാൻ കേട്ടില്ല.
അതെയോ, ഓക്കെ. ഞാൻ ചോദിച്ചത് സിഗ്നലിന്റെ ബേസിക് ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പം സിഗ്നൽസിന് ബേസിക്കലി ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ്സ്. ദേ ആർ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ represented by CT and discrete time signal represented by DT. ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ, അപ്പം കണ്ടിന്യൂസ് ടൈം സിഗ്നലും ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലും ആണ് എന്ത് സിഗ്നൽസിന്റെ ബേസിക് ക്ലാസിഫിക്കേഷൻ. അല്ലാതെയും ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, അത് നമുക്ക് പറയാം. ഫസ്റ്റ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. എല്ലാവർക്കും ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, ഇനി നോക്കിയേ, എന്താണ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആൻഡ് എന്താണ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ? നമുക്ക് ആ നെയിം വെച്ച് തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ? കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നിങ്ങൾക്ക് മുന്നേ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവണം. കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എന്ന് വെച്ചാൽ ഇറ്റ്സ് സിഗ്നൽ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഓവർ എ റേഞ്ച് ഓഫ് ടൈം. എന്ന് വെച്ചാൽ ഇറ്റ് ഹാസ് എ വാല്യൂസ് അറ്റ് ഓൾ ടൈം ഇൻസ്റ്റൻസ്. നമ്മൾ ഒരു സിഗ്നൽ എടുക്കുകയാണെങ്കിൽ ആ സിഗ്നലിന് എല്ലാ ടൈം പീരീഡിലും എന്താ ഒരു സ്പെസിഫിക് വാല്യൂ ഉണ്ടാവും. ഞാനിവിടെ വരക്കുന്നത് നോക്കുക, നിങ്ങൾ കാണുന്നില്ലേ? ഞാൻ ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ഞാൻ ഇവിടെ വരക്കാൻ പോകുന്നത്. കണ്ടിന്യൂസ് ടൈം സിഗ്നൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക എക്സ് ഓഫ് ടി എന്നാണ് കേട്ടോ. എക്സ് ഓഫ് ടി എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അപ്പം എക്സ് ആക്സിസിൽ ടൈം വാല്യൂ ഉണ്ടാവും, വൈ ആക്സിസിൽ നമ്മുടെ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡും ഉണ്ടാവും. അപ്പൊ ഇതൊരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആണെങ്കിൽ അത് ഈ ഒരു ഫോർമാറ്റിലാണ് ഉണ്ടാവുക. കാണുന്നുണ്ടോ? നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ടി ഈക്വൽ ടു 0, ടി ഈക്വൽ ടു 1, ടി ഈക്വൽ ടു 2, ടി ഈക്വൽ ടു 3, അങ്ങനെ ഓരോ വാല്യൂ ഓഫ് ടൈം, എല്ലാ ടൈം വാല്യൂയിലും അല്ലെങ്കിൽ എല്ലാ ടൈം ഇൻസ്റ്റന്റിലും എന്താ ആ സിഗ്നലിൽ ഒരു സ്പെസിഫിക് വാല്യൂ ഉണ്ട് അല്ലെ? എവിടെയും സ്പ്ലിറ്റ് ചെയ്യുന്നൊന്നുമില്ല. അതൊരു കണ്ടിന്യൂസ് വേവ് ആണ് അല്ലെ? കണ്ടിന്യൂസ് സിഗ്നൽ ആണ്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? ഇതൊക്കെ ബേസിക് ആണ്. നിങ്ങൾ ഇത് മീൻസ് ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാലേ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ചൊന്ന് കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആണ്, ബട്ട് ഈസിയാണ്. നിങ്ങൾ പഠിച്ചിട്ട് ബേസ് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഈസിയാണ്. കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എന്താണെന്ന് മനസ്സിലായോ? ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്, കാണുന്നുണ്ടോ? ഓക്കെ, അപ്പം continuous time signal is defined over a continuous range of time. That is, it has values at all time instants. ആ ഒരു സിഗ്നലിന് എല്ലാ ടൈം ഇൻസ്റ്റൻസിലും ഒരു സ്പെസിഫിക് വാല്യൂ ഉണ്ടാവും. ഓക്കെ, അത് ഒരു കണ്ടിന്യൂസ് വേവ് ആയിരിക്കും. അപ്പൊ ഡിസ്ക്രീറ്റ് എന്തായിരിക്കും? അങ്ങനെയാണെങ്കിൽ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എന്തായിരിക്കും? ഒന്ന് പറഞ്ഞു നോക്കിയേ. കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആണെങ്കിൽ എന്താ, അതിന് എല്ലാ ടൈം ഇൻസ്റ്റൻസിലും ഒരു സ്പെസിഫിക് വാല്യൂ ഉണ്ടാവും, കണ്ടിന്യൂസ് ഒരു വേവ് ഫോം ആയിരിക്കും. ഡിസ്ക്രീറ്റ് ടൈം ആണെങ്കിലോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഡിസ്ക്രീറ്റ് ടൈം ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിരിക്കുമോ? അതിന് എല്ലാ ടൈം ഇൻസ്റ്റൻസിലും വാല്യൂസ് ഉണ്ടാവോ? ഇല്ല അല്ലെ? ഡിസ്ക്രീറ്റ് ടൈം ആണെങ്കിൽ
ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ഇസ് ഡിഫൈൻഡ് ഓൺലി അറ്റ് എ ഡിസ്ക്രീറ്റ് ഇൻസ്റ്റന്റ് ഓഫ് ടൈം. അത് ഡിസ്ക്രീറ്റ് ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ മാത്രമേ ആ സിഗ്നലിന് വാല്യൂ ഉണ്ടാവുള്ളൂ. അത് ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ടേം എക്സ് ഓഫ് എന്നാണ്. എക്സ് ഓഫ് എൻ. കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താ എക്സ് ഓഫ് ടി എന്നാണ് അല്ലെ കാണിച്ചിരിക്കുന്നത്. ഡിസ്ക്രീറ്റ് ആണെങ്കിൽ എക്സ് ഓഫ് എൻ ആണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ ആ എന്നിനെ നമ്മളൊരു സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് ഇടുക. ഓക്കെ, കണ്ടിന്യൂസ് ടൈം ആണെങ്കിൽ എക്സ് ഓഫ് ടി ആണ്, ഡിസ്ക്രീറ്റ് ആണെങ്കിൽ എക്സ് ഓഫ് എൻ ആണ്. ഇനി നോക്കിയേ, ഈ സിഗ്നല് ഓരോ സ്പെസിഫിക് ഇൻസ്റ്റൻസിൽ മാത്രമേ അതിന് വാല്യൂ ഉണ്ടാവുള്ളൂ, അല്ലാതെ ഒരു കണ്ടിന്യൂസ് വേവ് അല്ല. ഇപ്പം ടി ഈക്വൽ ടു 0, ടി ഈക്വൽ ടു 1, 2, 3, 4, 5 അങ്ങനെ പോകുന്നുണ്ട്. ആ 1, 2, 3, 4 ആ ടൈം ഇൻസ്റ്റൻസിൽ മാത്രമേ അതിന് വാല്യൂസ് ഉള്ളൂ. ഇൻ ബിറ്റ്വീൻ 0 to 1 ഇല്ല, 1 to 2 ഇല്ല, 2 to 3 ഇല്ല. ഓക്കെ, ഇത് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആണ്. ആദ്യം പറഞ്ഞത് കണ്ടിന്യൂസ് ആണ്, അതിന് എല്ലാ ടൈം ഇൻസ്റ്റൻസിലും സ്പെസിഫിക് വാല്യൂസ് ഉണ്ട്. ബട്ട് ഡിസ്ക്രീറ്റ് ടൈം ആണെങ്കിൽ എന്താ, അതിന് ഒരു ഡിസ്ക്രീറ്റ് ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ മാത്രമേ ആ വേവ് ഫോമിന് വാല്യൂസ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് ഇങ്ങനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസിനെ റെപ്രസെന്റ് ചെയ്യുക. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി ആ ഒരു ക്ലാസിഫിക്കേഷൻ. ഈ കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താ, അതിൽ അനലോഗ് സിഗ്നൽസ് ആയിരിക്കും അല്ലെ. നമുക്ക് നോർമലി കിട്ടുന്ന ഫിസിക്കൽ സിഗ്നൽസ് ഒക്കെ എന്താ അനലോഗ് ഇൻ നേച്ചർ ആണ് അല്ലെ. നമ്മുടെ എന്ത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയാലും അത് അനലോഗ് സിഗ്നൽസ് ആണ്. അപ്പൊ ഈ ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എല്ലാം ഡിജിറ്റൽ ഫോം ആയിരിക്കില്ലേ, ഒരു സ്പെസിഫിക് വാല്യൂ മാത്രമല്ലേ ഉള്ളൂ അല്ലെ. അപ്പം ആദ്യം മുന്നേ ഉള്ള കാലങ്ങളൊക്കെ നമ്മൾ അനലോഗ് സിഗ്നൽസ് യൂസ് ചെയ്തിട്ട് തന്നെയായിരുന്നു പല സിസ്റ്റംസും ഉണ്ടായിരുന്നത്. ഓക്കെ, ബട്ട് ഇപ്പോഴ് എന്താ, ഒരു അനലോഗ് അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് സിഗ്നലിനെ നമുക്ക് പ്രോസസ്സ് ചെയ്യുന്നതിനെക്കാട്ടി എളുപ്പത്തിൽ നമുക്കൊരു ഡിസ്ക്രീറ്റ് സിഗ്നലിനെ പ്രോസസ്സിംഗ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇപ്പം മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ഡിസ്ക്രീറ്റ് സിഗ്നൽസിന്റെ ബേസിസിലുള്ള സിസ്റ്റംസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്നാലും ആദ്യം മനസ്സിലാക്കി വെക്കുക, സിഗ്നൽസിന് they are broadly classified into two types. They are continuous time signals and discrete time signals. Continuous time സിഗ്നലിന്റെ ഇതുപോലെയാണ് വേവ് ഫോം ഉണ്ടാവുക. എന്താ, അതിന് എല്ലാ ടൈം ഇൻസ്റ്റൻസിലും സ്പെസിഫിക് വാല്യൂ ഉണ്ടാവും. ഓക്കെ, ഡിസ്ക്രീറ്റ് ടൈം അതിനെ റെപ്രസെന്റ് ചെയ്യുക എക്സ് ഓഫ് ടി എന്നാണ്. ഇനി ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആണെങ്കിൽ എന്താ, അതിനൊരു ഡിസ്ക്രീറ്റ് ടൈം ഇൻസ്റ്റന്റിൽ മാത്രമേ അതിന് വാല്യൂ ഉണ്ടാവുള്ളൂ. ഓക്കെ, ആൻഡ് അത് റെപ്രസെന്റ് ചെയ്യുന്നത് എക്സ് ഓഫ് എൻ ആണ്. അത് മറന്നു പോകാൻ പാടില്ല. അപ്പൊ ആ രണ്ട് ക്ലാസിഫിക്കേഷൻ ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ അത് നിങ്ങൾ അറിഞ്ഞു വെക്കണ്ട, നിങ്ങൾക്ക് ശരിക്കും അറിയുന്ന ടേംസ് ആണത്. ഇനി നമുക്ക് മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, ഇനി ഈ മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായി അല്ലെ, എലമെന്ററി സിഗ്നൽസ്. ഓക്കെ, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എലമെന്ററി സിഗ്നൽസ് ഓർ അതർവൈസ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ടെസ്റ്റ് സിഗ്നൽസ്. ഓക്കെ, എലമെന്ററി സിഗ്നൽസും പറയും അല്ലെങ്കിൽ ടെസ്റ്റ് സിഗ്നൽസും പറയും. ഓക്കെ, നോർമലി ഈ ആ നെയിം തന്നെ മനസ്സിലാവും, ടെസ്റ്റ് സിഗ്നൽസ് ആണ് അല്ലെ. ഈ സിഗ്നൽസ് നമ്മൾ യൂസ് ചെയ്യുക ഇപ്പൊ ഏതെങ്കിലും ഒരു സിസ്റ്റം ഉണ്ട്, അപ്പൊ ആ സിസ്റ്റത്തിന്റെ പെർഫോമൻസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ ഔട്ട്പുട്ടിന് എത്രത്തോളം അക്യുറസി ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അനലൈസ് ചെയ്യണം. അങ്ങനെയുള്ള കേസിൽ അതിലേക്ക് ഇൻപുട്ടായി കൊടുക്കുന്നതാണ് ടെസ്റ്റ് സിഗ്നൽസ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എലമെന്ററി സിഗ്നൽസ് അല്ലെങ്കിൽ ടെസ്റ്റ് സിഗ്നൽസ്. ഫസ്റ്റ് നമുക്ക് എത്ര ക്ലാസിഫിക്കേഷൻ ഉണ്ട് എന്ന് നോക്കാം. ഓക്കെ, എലമെന്ററി സിഗ്നൽസിൽ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ട് 4 and ഉള്ളത്. പിന്നെ ഒരു 2 ക്ലാസിഫിക്കേഷൻ കൂടി ഉണ്ട്, നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ടതാണ്. ഓക്കെ, ഇത്രയും എലമെന്ററി സിഗ്നൽസ് ആണ് ഉള്ളത്.
ടൈപ്സ് ഉണ്ട്, ഉണ്ട്, സിഗ്നം ഫംഗ്ഷനും ഉണ്ട്. അതും കൂടി നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കണം. ഓക്കെ, നോക്കണം. എന്താന്ന് വെച്ചാൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനാണ്, ശരിക്കും ഒരു അടിത്തറയാണ് ഈ ബാക്കിയൊക്കെ ആയിരിക്കും. ഓക്കെ, കാരണം നമ്മൾ ആദ്യം എന്താണ് സിഗ്നൽസ് പഠിച്ചു, ഇനി ഇതിന്റെ ഈ ക്ലാസിഫിക്കേഷൻ ഇപ്പം പറയും, അത് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിലുള്ള ഓപ്പറേഷൻസ് പറയും, പിന്നെ എന്ത് ചെയ്യുക, ഈ സിഗ്നൽസിനെ സിസ്റ്റത്തിൽ ഇട്ടിട്ടുള്ള അനാലിസിസ് ആണ് നമ്മൾ നോക്കുക. അപ്പം ഈ സിഗ്നൽസ് എന്താണെന്ന് ആദ്യം വൃത്തിക്ക് മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഫസ്റ്റ് വൺ എന്താ, യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ ആണ്. യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ ആണ്. ഓക്കെ, അതിനെ റെപ്രസെന്റ് ചെയ്യുക. രണ്ട് കേസും നമ്മൾ ഒന്നിച്ച് തന്നെ പഠിക്കാം. എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്കൊരു രണ്ട് സെക്ഷൻ കാണാം. ഇൻ കണ്ടിന്യൂസ് ടൈമും ഉണ്ട്, ഇൻ ഡിസ്ക്രീറ്റ് ടൈമും ഉണ്ട് അല്ലെ. കണ്ടിന്യൂസ് ടൈമിലും ഉണ്ട്, ഡിസ്ക്രീറ്റ് ടൈമിലും ഉണ്ട്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു സിഗ്നൽസ് രണ്ട് ടൈപ്പ് ഉണ്ട്, കണ്ടിന്യൂസ് ടൈമും ഉണ്ട്, ഡിസ്ക്രീറ്റ് ടൈപ്പും ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ എലമെന്ററി സിഗ്നൽസും രണ്ട് തരത്തിൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിന് ഫിഗർ വരുന്നത്, എങ്ങനെയാണ് അതിന്റെ ഇക്വേഷൻ വരുന്നതെന്ന് പഠിക്കണം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ ഇൻ കണ്ടിന്യൂസ് ടൈം ഡൊമൈനിൽ നോക്കാം. ഓക്കെ, അപ്പൊ കണ്ടിന്യൂസ് ടൈമിലാണെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യുക യു ഓഫ് ടി എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, കണ്ടിന്യൂസ് ആണെങ്കിൽ യു ഓഫ് ടി എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അവിടെ നോക്കിയേ, അതിന്റെ ഇക്വേഷൻ വരുന്നത് യു ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 ഫോർ ടി ഗ്രേറ്റർ ദാൻ 0. നമ്മളൊരു ടൈം പീരീഡ് എടുക്കുകയാണെങ്കിൽ അത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്താ, യു ഓഫ് ടിന്റെ വാല്യൂ 1 ആയിരിക്കും. ഓക്കെ, ഇനി ഫോർ ടി ലെസ് ദാൻ 0 ആണെങ്കിൽ എന്താ, അതിന്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സിഗ്നൽസ് ആണ് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ എന്ന് പറയുന്നത്. യു ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് യു ഓഫ് ടി ഈസ് ഈക്വൽ ടു 0 ഫോർ ടി ലെസ് ദാൻ 0. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ ഫിഗർ വെച്ച് കാണിക്കാം. നോക്കിയേ, ഇങ്ങനെയാണ് അതിന്റെ ഫിഗർ വരിക. എക്സ് ആക്സിസിൽ ടി ടൈം പീരീഡ് എടുക്കും, വൈ ആക്സിസിൽ യു ഓഫ് ടി എന്ന് പറഞ്ഞ സിഗ്നൽ എടുക്കും. അപ്പൊ എന്താ പറഞ്ഞത്, 0 ടി ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതിന്റെ വാല്യൂ 1 ആണ് അല്ലെ, 1 ആണ്. ഇനി ടി ലെസ് ദാൻ 0 ആണെങ്കിൽ ഇതേ രീതിയിൽ യൂണിറ്റ് സിഗ്നൽ പ്രസന്റ് ചെയ്യാം. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിച്ചിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണ്ടുള്ളൂ. ക്ലിയർ ആണോ? ഞാൻ ഓഡിബിൾ അല്ലേ? ഓക്കെ, ഒരാളെ റെസ്പോണ്ട് ചെയ്തല്ലോ, ബാക്കി എല്ലാവരും ഓക്കെ. ഇപ്പൊ നമ്മൾ പറയുന്നത് എന്താ, എലമെന്ററി സിഗ്നൽസ് ആണ്. അതിൽ മേജർ ആയിട്ടൊരു 5 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, പിന്നെ ഒരു 2 കൂടി, മൊത്തത്തിൽ 7 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ വെച്ചാൽ യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ ആണ്. ഓക്കെ, യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ അത് നമ്മൾ ബോത്ത് കണ്ടിന്യൂസ് ടൈം സിഗ്നലായിട്ടും ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലായിട്ടും അനലൈസ് ചെയ്യുന്നുണ്ട്. അത് കണ്ടിന്യൂസ് ടൈം ഡൊമൈനിലാണെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്നത് യു ഓഫ് ടി എന്നാണ്. ആൻഡ് അതിന്റെ ഇക്വേഷൻ എന്താണ്, യു ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് യു ഓഫ് ടി ഈസ് ഈക്വൽ ടു 0 ഫോർ ടി ലെസ് ദാൻ 0. ഓക്കെ, ഇനി ആ ഇക്വേഷൻ വെച്ച് നമുക്ക് അതിന്റെ ഫിഗർ വരക്കാലോ. നോക്കിയേ, ടീന്റെ വാല്യൂ ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതിന് വാല്യൂ 1 ആണ്, യൂണിറ്റി ആണ്. ഓക്കെ, ലെസ് ദാൻ 0 ആണെങ്കിൽ എന്താ, ടീന്റെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ ഈ സിഗ്നലിന്റെ വാല്യൂ 0 ആണ്. സോ ആ നെഗറ്റീവ് പോർഷനിൽ ഒന്നും ഉണ്ടാവില്ല, പോസിറ്റീവ് പോർഷനിൽ മാത്രം ഒരു യൂണിറ്റി ലൈൻ ഉണ്ടാവും. ഓക്കെ, ഇനി അതിന്റെ ഡിസ്ക്രീറ്റ് ടൈമിലുള്ള നേരത്തെ ഞാൻ പറഞ്ഞു കണ്ടിന്യൂസ് ആണെങ്കിൽ represent u, okay, u of n ആണ് represent. പറയാ സാമ്പിൾ എടുക്കുക. നേരത്തെ നമ്മൾ എക്സ് ടൈം ആയിരുന്നു, ഇവിടെ എക്സ് ആക്സിൽ n ആയിരിക്കും. ഓക്കെ, u of n is equal to 1 for n greater than or equal to 0 and u of n is equal to 0 for n less than 0. ഓക്കെ, നോക്കി അതിന്റെ ഡിസ്പ്ലേയിൽ എങ്ങനെയാണ് അതിനെ റെപ്രസെന്റ് ചെയ്തത്.
ഡിസ്ക്രീറ്റ് ആകുമ്പോൾ അതൊരു കണ്ടിന്യൂസ് ലൈൻ ആയിരിക്കും. ഓരോ ടൈമിലും ഒരു യൂണിറ്റി വാല്യൂ ഉണ്ടാവും. ഡിസ്ക്രീറ്റ് ടൈമിൽ ടൈം ഡൊമൈനിൽ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇത് ക്ലിയർ അല്ലേ? ഫസ്റ്റ് എലമെന്ററി സിഗ്നൽ ക്ലിയർ അല്ലേ? അതിന്റെ ബോത്ത് കണ്ടിന്യൂസ് ടൈമിലും ഡിസ്ക്രീറ്റ് ടൈമിലും ഉള്ള റെപ്രസെന്റേഷൻസും ആ ഫിഗറും അതിന്റെ ഇക്വേഷൻസും ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? വൈഷ്ണവ്, മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ അല്ലേ? ഇപ്പൊ ഏത് എലമെന്ററി സിഗ്നലാ പറഞ്ഞേ? ഇപ്പൊ ഏത് എലമെന്ററി സിഗ്നലാ പറഞ്ഞേ? യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ. ഓക്കെ, യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ. ഓക്കെ, നിങ്ങൾക്ക് ഇനി ഒരു 10 മിനിറ്റ് ബ്രേക്ക് അല്ലേ? ഓക്കെ, എന്നാൽ കറക്റ്റ് 9:40 തന്നെ വരിക കേട്ടോ. ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് നെക്സ്റ്റ് അവർ ഞാൻ തന്നെയാണ്. ഓക്കെ.